ചൈനയുടെ അത്യാധുനിക ലോങ് മാർച്ച് 7A റോക്കറ്റ് വിക്ഷേപിച്ച് 90 സെക്കൻഡ് തികയും മുൻപേ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചു. കഴിഞ്ഞ ദിവസം ഹൈനാൻ പ്രവിശ്യയിലെ വെൻചാങ് ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. വിക്ഷേപണം കഴിഞ്ഞ് ഏകദേശം 85 സെക്കൻഡിനുള്ളിൽ റോക്കറ്റ് തീപിടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പൊട്ടിത്തെറിയുടെ ഫലമായി ആകാശത്ത് വലിയ തീഗോളവും പുകയും അവശിഷ്ടങ്ങളും രൂപപ്പെട്ടു. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് റോക്കറ്റ് തകർന്നത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷനാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് കമ്പനി ഔദ്യോഗിക വിശദീകരണം പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ റോക്കറ്റും അതിലുണ്ടായിരുന്ന ഉപഗ്രഹവും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കാമെന്നാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനാൽ ദൌത്യം പൂർണ്ണ പരാജയമായി കണക്കാക്കപ്പെടാൻ സാധ്യതയുണ്ട്. 2020 അരങ്ങേറ്റം കുറിച്ച ലോങ് മാർച്ച് 7A 18ാമത്തെ ദൌത്യമായിരുന്നു നടന്നത്. ആദ്യ വിക്ഷേപണവും റോക്കറ്റ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. എഞ്ചിനിലുണ്ടായ തകരാറായിരുന്നു അന്നത്തെ അപകടത്തിന് കാരണമെന്ന് ചൈന വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്തവണ റോക്കറ്റ് അതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ തകർന്നു. സാധാരണയായി വിക്ഷേപണം കഴിഞ്ഞ് ഏകദേശം 3 മിനിറ്റിനുള്ളിലാണ് ആദ്യഘട്ട വേർപെടൽ നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ദൌത്യത്തിൽ 85 സെക്കൻഡിനുള്ളിൽ തന്നെ അപകടം സംഭവിച്ചു. ഏകദേശം 60 മീറ്റർ ഉയരമുള്ള റോക്കറ്റാണിത്. ആദ്യ 2 ഘട്ടങ്ങൾ ലോങ് മാർച്ച് 7ൽ നിന്നുള്ളവയാണ്. ഹൈഡ്രജനും ദ്രവ ഓക്സിജനും ഉപയോഗിക്കുന്ന 3ാം ഘട്ടവും റോക്കറ്റിലുണ്ട്. തിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിനായി സാധാരണ ലോങ് മാർച്ച് 7 റോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 8 മാസത്തിലൊരിക്കലാണ് ഇത്തരം ചരക്ക് ദൌത്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ദൌത്യം മെയ്യിലാണ് നടന്നത്. അടുത്ത ചരക്ക് പുനർവിതരണ ദൌത്യം 2027 ജനുവരിയോടെ നടക്കുമെന്നാണ് പ്രതീക്ഷ. റോക്കറ്റ് പൊട്ടിത്തെറിയുടെ കാരണം കണ്ടെത്തുന്നതിനായി ചൈന വിശദമായ അന്വേഷണം നടത്തും. അപകടത്തിന് പിന്നിലെ കാരണം എന്താണെന്നതിനെ ആശ്രയിച്ച് വരാനിരിക്കുന്ന ചില ബഹിരാകാശ ദൌത്യങ്ങൾ വൈകാനും സാധ്യതയുണ്ട്. പസഫിക് സമുദ്രത്തിലേക്ക് ചൈന അത്യാധുനിക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ പ്രധാന ഭൂപ്രദേശത്തെ പോലും നേരിട്ട് ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ പരീക്ഷണം ചൈനയുടെ അതിവേഗത്തിലുള്ള സൈനിക നവീകരണത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം 40 വർഷത്തിന് ശേഷമാണ് ചൈന അന്താരാഷ്ട്ര ജലമേഖലയിലേക്ക് ഇത്തരമൊരു മിസൈൽ വിക്ഷേപിക്കുന്നത്. ചൈനയെ തങ്ങളുടെ പ്രധാന എതിരാളിയായി കാണുന്ന അമേരിക്ക ഈ പുതിയ നീക്കത്തിൽ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആണവ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ ദക്ഷിണ പസഫിക് രാജ്യമായ സോളമൻ ദ്വീപുകൾക്ക് സമീപമാണ് പതിച്ചത്. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ അപകടകരമായ രീതിയിൽ സമുദ്രത്തിനടിയിൽ നിന്ന് ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ പരീക്ഷണമെന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ ആണവായുധ ശേഷി കൂടുതൽ കരുത്താർജിക്കുന്നതിന്റെ സൂചനയാണിത്. തങ്ങളുടെ സമുദ്രാതിർത്തിക്ക് സമീപം നിന്നുകൊണ്ട് തന്നെ അമേരിക്കയുടെ വൻകരകളെ ലക്ഷ്യമിടാൻ ചൈനീസ് നാവികസേന പ്രാപ്തമാണെന്നാണ് ഈ നീക്കത്തിലൂടെ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ സാധിച്ചതായി ചൈന നിരീക്ഷിക്കുന്നു. ചൈനയുടെ ഈ നീക്കത്തിനെതിരെ അമേരിക്ക പ്രതിഷേധിച്ചു. ലോകരാജ്യങ്ങൾ ആണവ വ്യാപനം തടയാൻ പരിശ്രമിക്കുമ്പോൾ ചൈന അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് ആരോപിച്ചു. ഓസ്ട്രേലിയയും ജപ്പാനും ഈ പരീക്ഷണത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മേഖലയുടെ സ്ഥിരതയ്ക്ക് ഈ നടപടി തിരിച്ചടിയാകുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇത് ചൈനയുടെ വാർഷിക സൈനിക പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഒരു സാധാരണ നടപടി മാത്രമാണെന്നാണ് ചൈനീസ് നാവികസേന വക്താവ് പ്രതികരിച്ചത്. ബന്ധപ്പെട്ട രാജ്യങ്ങളെ പരീക്ഷണത്തിന് മുൻകൂട്ടി വിവരം അറിയിച്ചിരുന്നതായും അദ്ദേഹം അവകാശപ്പെട്ടു. ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും വിക്ഷേപണത്തിന് 2 മണിക്കൂർ മുൻപ് വിവരം ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ചൈനയുടെ സഖ്യകക്ഷികളായ റഷ്യ ഈ നീക്കത്തെ പിന്തുണച്ച് രംഗത്തെത്തി. മിസൈൽ പരീക്ഷണം നടത്തുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരമാണെന്നും ചൈന ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ലെന്നുമാണ് റഷ്യയുടെ നിലപാട്. പസഫിക് മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചൈനയും അമേരിക്കയും തമ്മിലുള്ള മത്സരം ഇതോടെ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ആണവായുധങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിപ്പിക്കുകയും എന്നാൽ അവയെക്കുറിച്ച് ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്ന ചൈനയുടെ രീതി ആഗോള സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.